നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിർത്തി വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് ഡൽഹിയിലെത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായുള്ള സമിതി ഡൽഹിയിൽ ഇന്ന് ചേരുന്നുണ്ട്. ചൈനയെ പ്രതിനിധീകരിച്ച് വാങ് യിയും ഇന്ത്യൻ ഭാഗത്തുനിന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചർച്ചകളിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെയും ചൈനീസ് വിദേശമന്ത്രി കാണുന്നുണ്ട്. അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് വാങ് യിയുടെ 2 ദിവസത്തെ സന്ദർശനം. അതിർത്തിയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള നിർണായക ശ്രമങ്ങൾക്കാണ് ഡൽഹി വേദിയാകുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനമാണ് ഇതിന് വഴി തുറക്കുന്നത്. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായി തണുത്തുപോയ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തുടർച്ചയായ ചർച്ചകളുടെ ഭാഗമാണ് ഈ സന്ദർശനം. ഒരേ സമയം അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഓഗസ്റ്റ് 18 വൈകുന്നേരം 4:15 ന്യൂഡൽഹിയിൽ എത്തിച്ചേരും. വൈകുന്നേരം 6 മണിക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഓഗസ്റ്റ് 19 രാവിലെ 11 മണിക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അദ്ദേഹം പ്രത്യേക പ്രതിനിധി തല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ഓഗസ്റ്റ് 19 ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 7 ലോക് കല്യാൺ മാർഗിലുള്ള ഔദ്യോഗിക വസതിയിൽ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇരു രാജ്യങ്ങളിലെയും അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ചുമതലപ്പെടുത്തിയ പ്രത്യേക പ്രതിനിധികളാണ് വാങ് യിയും ഡോവലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനയിലേക്കുള്ള സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കിഴക്കൻ ലഡാക്ക് മേഖലയിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഇരുവശത്തും ഇപ്പോഴും 50,000-നും 60,000-നും ഇടയിൽ സൈനികരെ വീതം വിന്യസിച്ചിട്ടുണ്ട്. ഈ സൈനിക വിന്യാസം കുറയ്ക്കുന്നതിനും സംഘർഷ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനും ഈ ചർച്ചകൾ വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23 പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ റഷ്യയിലെ കസാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനുശേഷമുള്ള നിർണായക ചുവടുവയ്പ്പാണ് വാങ് യിയുടെ ഈ സന്ദർശനം. അതിർത്തിയിലെ സ്ഥിതിഗതികൾക്ക് പുറമെ വ്യാപാരം, വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ തുടങ്ങിയ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. 2020 കോവിഡ്-19 മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ അതിർത്തിയിലെ തർക്കങ്ങൾ കാരണം പുനരാരംഭിച്ചിരുന്നില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് അനിവാര്യമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ പിഴച്ചുങ്കം ഉൾപ്പെടെ ഇന്ത്യക്ക് 50% ഇറക്കുമതി തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചൈനയെ പേടിയാണ് എന്ന് വേണം കരുതാൻ. കാരണം ചൈനയ്ക്ക് ഭീമൻ തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം വീണ്ടും നീട്ടിയ ട്രംപിന്റെ നടപടി അത്തരമൊരു സാധ്യതയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 145% തീരുവ നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പാണ് ഇക്കാര്യത്തിൽ 90 ദിവസം കൂടി സാവകാശം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത്. ട്രംപ് സമയപരിധി വീണ്ടും നീട്ടിയതോടെ അമേരിക്കയിലേക്കുള്ള ചൈനീസ് ചരക്കുകൾക്കുള്ള തീരുവ നിലവിലെ 30% തുടരും. അതേസമയം അമേരിക്കയ്ക്ക് ചൈന ഏർപ്പെടുത്തിയ തീരുവ 10% ഇന്ത്യയും ചൈനയും തുർക്കിയും റഷ്യയുടെ അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ ഭാഗം വാങ്ങുന്ന രാജ്യങ്ങളാണ്. ട്രംപ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നു. ആഗോള വിലകൾ ഇതിനകം അസ്ഥിരമായിരിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ ഈ നീക്കം. എന്നാൽ ഇത് മുന്നിൽ കണ്ട് അമേരിക്കൻ ഉപരോധത്തോടെ വില കുറഞ്ഞ റഷ്യൻ എണ്ണ പരമാവധി സംഭരിക്കുക എന്ന തന്ത്രമാണ് ഇന്ത്യ പ്രയോഗിച്ചത്. ഏപ്രിലിൽ ചൈനയെ അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണിയെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. പതിറ്റാണ്ടുകളായി അവർ അമേരിക്കയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. തുടർന്നാണ് അദ്ദേഹം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയത്. എന്നാൽ മാസങ്ങൾക്ക് ശേഷം പറഞ്ഞതെല്ലാം ട്രംപ് അപ്പാടെ വിഴുങ്ങി. ചൈനയ്ക്കെതിരെ താരിഫ് ഉയർത്തുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ചൈനയ്ക്കുള്ള താരിഫ് നിരക്ക് 30% പരിമിതപ്പെടുത്തി. മാത്രമല്ല, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ശക്തനായ നേതാവ് എന്ന് പ്രശംസിച്ചു. US ചൈന ഉച്ചകോടി എന്ന ആശയവും മുന്നോട്ട് വെച്ചു. അതേസമയം ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഉയർന്ന താരിഫും പിഴച്ചുങ്കവും ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്തുകയും റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് 25% പിഴ ചുമത്തുകയും ചെയ്തതോടെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലാണ് വാങ് യിയുടെ സന്ദർശനം. ഇത് ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കമായി കണക്കാക്കാം. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുമായി വെല്ലുവിളികൾ നേരിടുമ്പോൾ മറുവശത്ത് ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നത്
ഇന്ത്യക്ക് ഗുണകരമാകും. ഓഗസ്റ്റ് 19 വൈകുന്നേരം 5:30 വാങ് യി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തും. ഓഗസ്റ്റ് 29 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ചൈനയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ സന്ദർശനത്തിന്റെ വിജയകരമായ ഫലങ്ങൾ പ്രധാനമന്ത്രിയുടെ ഒരു ചൈനീസ് യാത്രയ്ക്ക് പുതിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷ. കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാനും ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകാനും ഇന്ത്യ മുൻകൈയെടുത്തിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള നല്ല സൂചനകളാണ്. എന്നിരുന്നാലും അതിർത്തിയിൽ സൈനികരുടെ പിന്മാറ്റം പൂർണ്ണമാകാത്തതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര അസന്തുലിതാവസ്ഥയും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യ ചൈന പുതിയ ബന്ധം ഇരു രാജ്യങ്ങളിലും എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം. അമേരിക്കയുടെ തീരുവ ചൂഷണത്തിനെതിരെ ഒരുമിച്ചു നിൽക്കണമെന്ന് ഇന്ത്യയോട് ചൈന അഭ്യർത്ഥിച്ചിരുന്നു. 2020 ഗാൽവാൻ സംഘർഷത്തിനു ശേഷം ഇന്ത്യ ചൈന ബന്ധം ഉലഞ്ഞിരുന്നു. ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ ചേർന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്തയിടെ അതിർത്തി വിഷയം ചർച്ച ചെയ്യുന്നതിനായി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈന സന്ദർശിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ഈ മാസം ചൈനയിലേക്ക് പോകുന്നുണ്ട്. ട്രംപിന്റെ അധിക തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിവേഗത്തിലാണ് മോദി സർക്കാർ ചൈനയുമായി അടുക്കുന്നത്. ഈ വർഷത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ചൈന അനുമതി നൽകിയിട്ടുണ്ട്. ടൂറിസ്റ്റ് വിസയും നേരിട്ടുള്ള വിമാന സർവീസും പുനഃസ്ഥാപിക്കാനും 3 അതിർത്തി പോസ്റ്റുകൾ വഴിയുള്ള വ്യാപാരം പുനരാരംഭിക്കാനും ധാരണയായി. മലയാളി വാർത്ത ഇൻസൈഡ്.